അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിഖിനി മുറാദി യാ റസൂലല്ലാഹ്. വിശുദ്ധ ഖുർആൻ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ ഫാത്തിഹയുടെ ചർച്ചയിലായിരുന്നു നാം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നാലാമത്തെ സൂക്തമായ ഫാത്തിഹയിലെ നാലാമത്തെ സൂക്തമായ മാലികി യൗമിദ്ദീൻ എന്നതിനെക്കുറിച്ചാണ്. മാലികി യൗമിദ്ദീൻ എന്നതിൻ്റെ അർത്ഥം പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ്. മാലികി യൗമിദ്ദീൻ എന്നതിൻ്റെ അർത്ഥം പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമയായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് മാലികി യൗമിദ്ദീൻ എന്നതിൻ്റെ അർത്ഥം. പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞതിൽ നിന്ന് നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ള സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ പ്രതിഫലം നൽകുവാനായി പ്രത്യേക ഒരു ദിവസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടെന്നും അല്ലാഹു നമ്മെ ഉണർത്തുന്നു. ആ ദിവസത്തിനാണ് പുനരുദ്ധാരണ ദിനം, യൗമൽ ഖിയാമ എന്ന് പറയുന്നത്. എല്ലാ ചരാചരങ്ങളുടെയും സാക്ഷാൽ ഉടമ എക്കാലത്തും അല്ലാഹു തന്നെയായിരിക്കെ ഖിയാമത്ത് നാളിൻ്റെ ഉടമസ്ഥതയെ പ്രത്യേകമാക്കി പറയാൻ കാരണമുണ്ട്. ഈ ലോകത്ത് അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കാനും അധികാര വടംവലി നടത്തുവാനും ധാരാളം ആളുകളുണ്ടായിരിക്കാം. എന്നാൽ പ്രസ്തുത ദിവസം അഥവാ യൗമുൽ ഖിയാമയിൽ അധികാരവാദമോ ഉടമസ്ഥാവകാശമോ പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടായിരിക്കുന്നതല്ല. ഒരധികാരമോ പറഞ്ഞ് വരാൻ ഒരാളും തന്നെ ഉണ്ടാകുകയില്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ പരിപൂർണ ഉടമയിലും അധികാരത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു ചോദിക്കും, ലിമനൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് രാജാധികാരം? ഇതിന് മറുപടിയായി എന്തെങ്കിലും പറയാൻ പോലും സൃഷ്ടികൾ ധൈര്യം കാണിക്കില്ല. തൽസമയം അല്ലാഹു തന്നെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അല്ലാഹുവിന് തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് സൂറത്തുൽ ഗാഫിറിലെ 16-ാമത്തെ സൂക്തത്തിൽ കാണാം. ഇതേ ആശയം പറഞ്ഞുകൊണ്ട് ഖുർആനിലെ വിവിധ സൂറകളിൽ വിവിധ സൂക്തങ്ങളിൽ ഇതേ ആശയങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹജ്ജിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹ് യഹ്കുമു ബൈനഹും ഫല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫീ ജന്നാത്തിൻ നഈം. അൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹ്, അന്നേ ദിവസം ആധിപത്യമെല്ലാം അല്ലാഹുവിനായിരിക്കും.
യഹ്കുമു ബൈനഹും അവർക്കിടയിൽ അവൻ വിധികൾ കൽപ്പിക്കും. ഫല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ഫീ ജന്നാത്തിൻ നഈം. സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവർ അനുഗ്രഹീത സ്വർഗത്തോപ്പുകളിലായിരിക്കും. ഇതേപോലെ സൂറത്തുൽ ഫുർഖാനിലെ 26-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, അൽ മുൽക്കു യൗമൈദിൽ ഹഖ്ഖു ലിർറഹ്മാൻ വകാന യൗമൻ അലൽ കാഫിരീന അസീറാ. അന്ന് യഥാർത്ഥ അധികാരം ദയാപരനായ അല്ലാഹുവിനായിരിക്കും, റഹ്മാനായ അല്ലാഹുവിനായിരിക്കും. വകാന യൗമൻ അൽ കാഫിരീന അസീറാ. സത്യനിഷേധികൾക്ക് വിഷമം പിടിച്ച ദിവസവുമായിരിക്കും ആ ദിനം. ഇങ്ങനെ ഖിയാമത്ത് നാളിൻ്റെ ഉടമസ്ഥത അല്ലാഹുവിനാണെന്നറിയിക്കുന്ന നിരവധി സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. പുനരുദ്ധാരണത്തിൻ്റെയും പ്രതിഫലത്തിൻ്റെയും ദിനമാണ് യൗമുദ്ദീൻ. ഇവിടെ സൽക്കർമ്മികളെയും ദുഷ്കർമ്മികളെയും തമ്മിൽ, അനുസരിച്ചവരെയും ധിക്കരിച്ചവനെയും തമ്മിൽ വേർതിരിക്കാതെ നിവൃത്തിയില്ല. ഈ വേർതിരിവും വിവേചനവും അല്ലാഹു ആ ദിനത്തിൽ അഥവാ യൗമുൽ ഖിയാമയിൽ മാത്രമേ അല്ലാഹു കാണിക്കുകയുള്ളൂ. രണ്ട് കൂട്ടർക്കും ഉചിതവും അർഹവുമായ പ്രതിഫലം നൽകാനാണിത്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നജ്മിൽ ഇക്കാര്യം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലിയജ്സിയല്ലദീന അസാഊ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്നാ. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. ലിയജ്സിയല്ലദീന അസാഊ ബിമാ അമിലു. തിന്മ പ്രവർത്തിച്ചവർക്ക് അതിനുള്ള ശിക്ഷയും വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്നാ. നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും മുന്തിയ പ്രതിഫലവും നൽകുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തിരിക്കുന്നത്. അതുപോലെ സൂറത്തു സൽസലയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഇഹലോകത്ത് വെച്ച് ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്താൽ അവനത് കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഇനി അണുമണിയോളം തിന്മയാണ് ചെയ്തതെങ്കിൽ അതും അവൻ കാണും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നുള്ള അറിവ് മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ബാധ്യതകളെ പൊതുവിൽ രണ്ടായി തിരിക്കാം. ഒന്ന് അല്ലാഹുവിനോടുള്ള ബാധ്യത, കടപ്പാട്. മറ്റൊന്ന് അടിമകളോടുള്ള കടപ്പാട്. അല്ലാഹുവിനോടുള്ള കടപ്പാടിൽ വല്ല വീഴ്ചയും വന്നുപോയാൽ ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്തേക്കാം. അവൻ നമ്മുടെ സഹായമൊന്നും ആവശ്യമില്ലാത്ത സ്വാശ്രയാണ് അല്ലാഹു സുബ്ഹാനഹു തആല. എന്നാൽ അടിമയോടുള്ള ബാധ്യതകൾ നാം നിറവേറ്റുക തന്നെ വേണം. അക്രമം നമ്മിൽ നിന്ന് വന്നു പോകരുത്. അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതാണ് കാര്യം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം ഇവിടെ ശ്രദ്ധേയമാണ്.
അദ്ദേഹത്തിനൊരു മജൂസി കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അത് കിട്ടുമോ എന്ന് ചോദിക്കാനായി ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ആ മജൂസിയുടെ വീട്ടിലേക്ക് നടന്നു. മജൂസിയുടെ വീട് പടുക്കിലെത്തിയപ്പോഴാണ് തൻ്റെ ചെരുപ്പിൽ എന്തോ മാലിന്യം പറ്റിപ്പിടിച്ചിരിക്കുന്നതായി ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടത്. അദ്ദേഹം ചെരുപ്പ് കുടഞ്ഞപ്പോൾ മാലിന്യം തെറിച്ച് മജൂസിയുടെ ചുമരിൽ പറ്റി. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കണ്ട് അങ്കലാപ്പിലായി. അദ്ദേഹം വിചാരിച്ചു, ഞാനിത് ഇപ്പടി ഉപേക്ഷിച്ചാൽ അത് മജൂസിയുടെ ചുമര് വൃത്തികേടാക്കലാകും. തുടച്ചാലാവട്ടെ ചുമരിലെ മണ്ണ് ഇളകിപ്പോവുകയും ചെയ്യും. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി മജൂസിയുടെ വാതിക്കൽ മുട്ടി. വാതിൽ തുറന്ന പരിചാരകൻ വന്നു. അബൂ ഹനീഫ ഇമാം വന്നിരിക്കുന്നു എന്ന് യജമാനനെ അറിയിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അബൂ ഹനീഫ തന്നോട് പണം ചോദിക്കാൻ വന്നിരിക്കുകയാണെന്ന് കരുതി ഒഴികഴിവുകൾ നിരത്താൻ തുടങ്ങിയ മജൂസിയോട്, ഇവിടെ ഇപ്പോൾ അതിനേക്കാൾ ഗൗരവമുള്ളൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി പുറത്തു നടന്ന കാര്യം അറിയിച്ചു. താൻ അദ്ദേഹത്തിൻ്റെ ചുമര് എങ്ങനെ വൃത്തിയാക്കി തരണമെന്നും ചോദിച്ചു. ഈ സമയം മജൂസിയുടെ പ്രതികരണം അത്ഭുതാവഹമായിരുന്നു. ഞാൻ ആദ്യം എൻ്റെ ഹൃദയത്തെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തൽക്ഷണം ഇസ്ലാം സ്വീകരിച്ചു. നോക്ക്, ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി ഒരു മജൂസിയോട് അക്രമം ചെയ്തു പോകുന്നതിൽ ഇത്രമാത്രം മനോവിഷവും സൂക്ഷ്മതയും പ്രകടിപ്പിച്ച അബൂ ഹനീഫ എന്നവരുടെ നടപടി അദ്ദേഹത്തെ, ആ മജൂസിയെ സത്യവിശ്വാസത്തിലേക്ക് അനയിച്ചു. അപ്പോൾ എല്ലാത്തരം അക്രമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവർക്ക് അല്ലാഹുവിങ്കൽ ലഭിക്കുന്ന പ്രതിഫലം എന്തായിരിക്കുമെന്ന് ആലോചിക്കുക. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു അവൻ്റെ 5 നാമങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു, റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക്. മനുഷ്യ, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, അതിനാൽ ഞാൻ നിന്റെ അൽ ഇലാഹ് അല്ലാഹുവാകുന്നു, നിന്റെ ഇലാഹാകുന്നു. ഞാൻ നിന്നെ പരിപാലിക്കുന്നു, അതിനാൽ റബ്ബാകുന്നു. പിന്നീട് നീ എന്നെ ധിക്കരിച്ചു, അത് ഞാൻ കണ്ടില്ലെന്ന് വെച്ചു, അതുകൊണ്ട് ഞാൻ റഹ്മാനാകുന്നു. പിന്നെ നീ പക്ഷതപിച്ചു, നീ ഖേദിച്ച് മടങ്ങി, അപ്പോൾ ഞാൻ നിന്നോട് പൊറുത്തു, അങ്ങനെ ഞാൻ റഹീമാകുന്നു. ഇനിയും നീ അന്തിമ പ്രതിഫലത്തിനായി എൻ്റെ അടുത്ത് വരും, അപ്പോൾ ഞാൻ ആ ദിനത്തിൽ അധിപനാകുന്നു. ഇമ്മട്ടിൽ നമ്മോട് പറയുകയാണ് അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയിലൂടെ. റഹ്മാൻ, റഹീം എന്നീ നാമങ്ങൾ ബിസ്മിയിലും പിന്നീട് സൂറത്തിലെ മറ്റ് സൂക്തങ്ങളിലും അല്ലാഹു ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു. അതേസമയം മറ്റു നാമങ്ങൾ ആവർത്തിച്ചതുമില്ല. ഈ ആവർത്തിച്ചതുകൊണ്ട് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും സുപ്രധാന നാമമാണ് റഹ്മാൻ, റഹീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആവർത്തിച്ചതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അസ്മാഉൽ ഹുസ്നകൾക്ക് ഖിദ്മ ചെയ്യാനും
വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ ഫാത്തിഹയുടെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.